2026 നമ്മുടെ സൂര്യ ജ്യോതികേനെ കല്യാണം കഴിക്കുന്നത്. ഒരു പ്രേമവിവാഹമായിരുന്നു അത്. ഇപ്പോൾ വിജയുടെ ഡൈവോഴ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇനിയും നമ്മുടെ തമിഴ് സിനിമാ ലോകത്ത് നടീനടന്മാർ ഡൈവോഴ്സിന് കാത്തു നിൽക്കുന്നുണ്ട്. അതേപോലത്തെ ഒരു ദമ്പതികളാണ് സൂര്യയും ജ്യോതികയും. രണ്ടുപേരും ചേരാൻ പാടില്ലാത്ത ആൾക്കാർ ചേർന്നതാണ്. പക്ഷേ മക്കളെ ഓർത്ത് മാത്രമാണ് അവരിതൊക്കെ സഹിച്ചുകൊണ്ട് വിഷമിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യയുടെ അച്ഛൻ വിജയകുമാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനാണ്. വിജയകുമാറല്ല, ശിവകുമാറും വിജയകുമാറും എനിക്ക് തെറ്റും. ശിവകുമാർ നല്ലൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് കാർത്തികും സൂര്യയും. അപ്പോൾ അദ്ദേഹത്തിന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചിട്ടകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിലുള്ള പെൺകുട്ടീനെ കല്യാണം കഴിക്കുന്ന വലിയ ആഗ്രഹമുണ്ട്. സമുദായത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾ അദ്ദേഹം. അപ്പോഴാണ് ഈ പ്രേമവിവാഹം വന്നത്. മൂപ്പര് എതിർത്തത് തന്നെ. പക്ഷേ സൂര്യ ഒറ്റക്കാലിൽ നിന്ന കാരണം കല്യാണം കഴിച്ചു. പക്ഷേ ജ്യോതിക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഫീൽഡിൽ കത്തിച്ചൊലിച്ച് നിൽക്കുന്ന സമയത്താണ് കല്യാണം കഴിയുന്നത്. കല്യാണം കഴിഞ്ഞോടുകൂടി ഫീൽഡിൽ നിന്ന് പിന്നെ എന്തായാലും മാറി നിൽക്കാൻ വിചാരിച്ചു. പിന്നെ അപ്പോഴേക്കും ഗർഭിണിയായി, കുട്ടികളായി, അങ്ങനെ സിനിമാ ഫീൽഡിൽ നിന്ന് മാറി നിന്നു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശിവകുമാറിന് ജ്യോതികയെ ഇഷ്ടമല്ല. അവർ തമ്മിൽ പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ട്. അതോടുകൂടിയിട്ട് തന്നെ ജ്യോതിക ഒരു ബോംബെക്കാരത്തിന് അങ്ങനെ ബോംബെക്ക് പോയി, സ്വന്തം വീട്ടിൽ പോയി. കോടീശ്വരിയാണ്. അപ്പോൾ സൂര്യയുടെ അങ്ങോട്ട് വരാൻ പറഞ്ഞു. പക്ഷേ സൂര്യ പോവില്ല. അച്ഛനെ വിട്ട് പോകാൻ ഭയങ്കര മടി. അതുപോലെ തന്നെ കുറേ നാൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നിന്നു. അവസാനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂര്യ നമ്മുടെ ശിവകുമാറിനെ ഉപേക്ഷിച്ചുകൊണ്ട്, അച്ഛനെ ഉപേക്ഷിച്ചുകൊണ്ട് ജ്യോതികയുടെ കൂടെ ബോംബെയിൽ പോയി താമസാക്കി. ജ്യോതിക രണ്ടാമത് സിനിമയിൽ വന്നാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. സിനിമയിൽ വരുന്നത് ഒരിക്കലും ശിവകുമാറിന് ഇഷ്ടമല്ലായിരുന്നു. സിനിമയിൽ വന്നതോടുകൂടി ശക്തിയായിട്ട് എതിർത്തതും സിനിമയിൽ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ജ്യോതികയ്ക്ക് സിനിമ വിട്ട് വേറെ കളിയുണ്ടായിരുന്നില്ല. അങ്ങനെ ജ്യോതിക സിനിമയിൽ അഭിനയിച്ചു. അതോടുകൂടി വീടായിട്ടുള്ള ബന്ധം ഒരുപാട് വഷളായി. ജ്യോതിക ഇവിടുത്തെ താമസം മതിയാക്കി ബോംബെക്ക് പോയി. ബോംബെയിലേക്ക് നമ്മുടെ സൂര്യനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു. കുറേ നാൾ പോകാണ്ടിരുന്നു. അവസാനം കുട്ടികളും കിടാങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ വിളിച്ചാൽ പോകാണ്ടിരിക്കാൻ പറ്റണ്ടായി. ഡൈവോഴ്സ് അപ്പം നടക്കുമെന്ന് മനസ്സിലായി. അതോടുകൂടി സൂര്യൻ ബോംബെയിൽ പോയിട്ട് താമസാക്കി. ഇപ്പോൾ ശിവകുമാറിനെ നോക്കുന്നത് കാർത്തികൻ കുടുംബം ശിവകുമാറിൻ്റെ കൂടെയാണ്. പക്ഷേ ശിവകുമാർ ഏറ്റവും അധികം സ്നേഹിച്ചത് സൂര്യനെയാണ്. സൂര്യന് അവസാന കാലത്ത് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു വിഷമം ശിവകുമാറിന് ഒരുപാടുണ്ടെന്ന് മാത്രമല്ല, സൂര്യ എന്നാണ് ഡൈവോഴ്സ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ചിലപ്പോൾ ശിവകുമാറായിരിക്കാം എന്നാൾ പറഞ്ഞിട്ടില്ല. നമ്മുടെയൊക്കെ കാലാവസ്ഥ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നണത്. അപ്പോൾ അതുകൊണ്ട് ഡൈവോഴ്സുകൾ ഇനിയും നടക്കും. സൂര്യയുടെ അച്ഛൻ വിജയകുമാർ ഒരു മാന്യനാണ്. സിനിമയിൽ ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്തൊരു നടനാണ്. നല്ല നടനുമാണ്. പക്ഷേ സൂര്യ വിവാഹം കഴിച്ചോട് കൂടിയിട്ട് സൂര്യയ്ക്ക് അച്ഛനോടുള്ള ബഹുമാനം, സ്നേഹമൊക്കെ പോയി എന്നാണ് പറയണത്. ജ്യോതിക വന്നോട് കൂടിയിട്ട് ശിവകുമാറിൻ്റെ കുടുംബം കുളം തോണ്ടി എന്നാണ് പൊതുവെയുള്ള തമിഴ്നാട്ടിലുള്ള സംസാരം. പക്ഷേ ഈ സൂര്യ ഇങ്ങനെ അച്ഛനെ മറന്നും കുടുംബം മറന്നും ബോംബെയിലേക്ക് താമസം മാറ്റിയതിലാണ് വിജയകുമാറിന് ഒരുപാട് വിഷമം, സങ്കടം എല്ലാം കൂടിയുണ്ട്. അത്രയധികം ഇഷ്ടമാണെന്ന് സൂര്യനെ അച്ഛന്. അപ്പോൾ അച്ഛൻ ശിവകുമാർ മരിക്കും വരെ സൂര്യ ഒരുമിച്ചുണ്ടാവണം എന്നുള്ള സ്വപ്നം നടന്നില്ല.